നമസ്കാരം. കണ്ണൂർ CPM-ൽ ഇപ്പോൾ വിവാദം വീണ്ടും പുകയുകയാണ്. CPM-ലെ ഗ്രൂപ്പ് കളികളും തമ്മിലടിയും എല്ലാം തന്നെ മറനീക്കി പുറത്തു വരുന്നൊരവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. CPM നേതാവായിരുന്ന ധൻരാജിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പാർട്ടി രക്തസാക്ഷിക്കായി പിരിച്ച, അയാളുടെ കുടുംബത്തിനായി പിരിച്ച പൈസ ഒരു വിഭാഗം നേതാക്കൾ അടിച്ചുമാറ്റി എന്ന ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ്റെ വെളിപ്പെടുത്തൽ, ഇന്നലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ നടത്തിയ വെളിപ്പെടുത്തൽ തന്നെയാണ് അവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയുടെ ചെയ്തികളെ കൃത്യമായി ന്യായീകരിക്കാൻ, അത് എന്ത് കള്ളം പറഞ്ഞാണെങ്കിലും ന്യായീകരിക്കാൻ അവർക്കറിയാം. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ കുഞ്ഞിരാമനെ ഒരു പാർട്ടി വിരുദ്ധനായിട്ടും കോടാലി കൈയായിട്ടുമൊക്കെയാണ് പാർട്ടി വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ആരോപണ മുനയിൽ നിർത്തിയ TA മധുസൂദൻ MLA ഒക്കെ തന്നെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഈ കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. പാർട്ടിയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും വളരെ കൃത്യമായി അറിയാൻ കഴിയുന്ന പഴയ സ്കൂളുകാരനായ, കമ്മ്യൂണിസ്റ്റിലെ പഴയ സ്കൂളുകാരനായ ഒരു വ്യക്തിയാണ് വി കുഞ്ഞികൃഷ്ണൻ. പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ വൃത്തികളെക്കുറിച്ചൊക്കെ തന്നെ താൻ പലതവണ പാർട്ടി നേതൃത്വത്തെ, അതായത് ജില്ലാ കമ്മിറ്റി യോഗത്തിലൊക്കെ തന്നെ താൻ വിമർശിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പല നേതാക്കന്മാരുടെയും സമ്പാദ്യങ്ങൾ, EP ജയരാജൻ്റെ റിസോർട്ട് വിവാദം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ തനിക്ക് തൻ്റേതായ നിലപാടുണ്ടെന്നും ഇത് ശരിയല്ല, ഇത് കമ്മ്യൂണിസ്റ്റ് രീതി അനുസരിച്ചല്ല ഈ നേതാക്കന്മാർ പലരും ജീവിക്കുന്നതെന്നും ഇവരുടെ ബിസിനസ് പരിപാടികളും ബിനാമി ഏർപ്പാടുകളും ഒക്കെ തന്നെ താൻ പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വെളിപ്പെടുത്തിയിരുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമുണ്ട്. ഇത്രയും വലിയ ക്രമക്കേട് നടത്തി, അതായത് 1 കോടി രൂപ പിരിച്ചിട്ട് അതിൽ 46 ലക്ഷം രൂപയ്ക്ക് പോലും കണക്കില്ല എന്നും, രക്തസാക്ഷിയുടെ കുടുംബത്തിനായി വീട് വെച്ച് നൽകിയതിൽ പോലും വെട്ടിപ്പ് കടന്നുവെന്നും, ഈ നേതാക്കന്മാരെല്ലാവരും തന്നെ വ്യാജ രസീത് ഉണ്ടാക്കി പൈസ പിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുണ്ടായ മൂല്യച്യുതിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് P. ഗോവിന്ദപിള്ള എന്ന സമുന്നതനായ നേതാവിനെ, ഏറ്റവും സ്വാത്വികനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അദ്ദേഹത്തിൻ്റേതല്ലാത്ത കുറ്റത്തിന് സാമ്പത്തിക ക്രമക്കേടിന് പാർട്ടി നടപടിയെടുത്ത ഒന്നാണ് CPM. P. ഗോവിന്ദപിള്ള ഒരിക്കലും പൈസ വെട്ടിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു നടപടിയും ചെയ്യാത്ത ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തോ ഒരു നോട്ടപ്പശ കൊണ്ട് സംഭവിച്ച ഒരു പ്രശ്നത്തിൽ ഒരു കാര്യവുമില്ലാതെ, അത് മിക്കവാറും പാർട്ടിയിലെ നേതാക്കന്മാരുടെ വിരോധം തീർക്കാനായിരിക്കും ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും അങ്ങനെയുള്ള നല്ലവരായ മനുഷ്യരെ പോലും ഉപദ്രവിച്ചിട്ടുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് ഇത്രയും വലിയ തുക അടിച്ചു മാറ്റിക്കൊണ്ടുപോയ നേതാക്കന്മാർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. ഏതായാലും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗം ഈ ദിവസങ്ങളിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഈ വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തന്നെയാണ് സാധ്യത. ഇതിന് മിക്കവാറും ഒരു സംസ്ഥാന സമിതിയുടെ അനുമതി തേടിയിട്ടുണ്ടായിരിക്കാം. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി, ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ചട്ടക്കൂട് അനുസരിച്ച് നോക്കുമ്പോൾ, പാർട്ടിയുടെ സംഘടനാ സംവിധാനം വെച്ച് നോക്കുമ്പോൾ വലിയ പദവി ഇരിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ പറയുന്നത്. അത് ഇത്രയും വർഷത്തെ മുൻപരിചയമുള്ള, രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന, കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ പയ്യന്നൂർ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തികേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഒരാളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് പറയുമ്പോൾ, നേരത്തെയും താൻ പലവട്ടം പാർട്ടി വേദികളിൽ കാര്യം ഉന്നയിച്ചിരുന്നു പറയുമ്പോൾ അതൊക്കെ തന്നെ കണ്ടില്ല എന്ന് നടിക്കുന്നത് CPM-ൽ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ CPM-ൻ്റെ പുതിയ നേതൃത്വത്തിൻ്റെ വ്യവസായ അധിഷ്ഠിത രീതികളോടുള്ള, അല്ലെങ്കിൽ വലതുപക്ഷവൽക്കരണം എന്നൊക്കെ ഒരു പറയാറുള്ള ആ രീതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘം നേതാക്കന്മാരാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. VS അച്യുതാനന്ദനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ അഭാവം ഇന്ന് കേരളത്തിലെ CPM നേരിടുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കുള്ളിൽ ക്രമക്കേട് ആര് കാണിച്ചാലും മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന VS അച്യുതാനന്ദന് പിന്നീട് പാർട്ടിക്കുള്ളിലുണ്ടായ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ പാർട്ടിയിലെ കണ്ണൂർ മേഖലയിലും അല്ലാതെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരുപാട് ത്യാഗികളായ നേതാക്കന്മാരോടൊക്കെ തന്നെ ഇവർ കാണിച്ചത്, അല്ലെങ്കിൽ കൊച്ചിയിലെ NK മാധവനോട് അവർ കാണിച്ചത്, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തവരെയൊന്നും ഇനി അവർക്ക് ആവശ്യമില്ല. പാർട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി കൊടുക്കുന്നവരെ, അതല്ലെങ്കിൽ ഇതെല്ലാം കണ്ട് കണ്ണടച്ച് ഇരിക്കുന്നവരെ, അല്ലെങ്കിൽ ബിനാമികളായി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെയാണ് ഇന്ന് ഈ പാർട്ടിയിൽ കൂടുതലുമുള്ളത്. കണ്ണൂർ പോലെയുള്ള ഒരു കാലത്ത് ആദർശധീരന്മാരായ സത്യസന്ധരായ നേതാക്കൾ മാത്രമുണ്ടായിരുന്ന ഒരു ജില്ലയിലെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അവസ്ഥ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ബിസിനസ്സാണ്. ബിസിനസ് ഇല്ലാത്ത നേതാക്കന്മാർ ചുരുക്കമാണ്. ഇന്ത്യയിലും വിദേശത്തുമൊക്കെ പലരുന്ന തൊഴിലാളി സ്നേഹം പറയുന്ന മുതലാളിമാരായി ഇവർ പലരും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ മായ്ക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ സംഭവം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1-2 മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് അറിയേണ്ടത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K. സുധാകരൻ വലിയ തോതിൽ ലീഡ് ചെയ്തു എന്നുള്ള അമ്പരപ്പിക്കുന്ന വസ്തുത CPM-ൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. പണ്ട് ഇതാരും കാണില്ലായിരുന്നു. പണ്ട് കൈരളി ചാനലും ദേശാഭിമാനിയും മാത്രം വായിച്ചിരുന്ന സഹാക്കളുടെ മുന്നിലേക്കാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ കടന്നു എന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ പാർട്ടികളിൽ നടക്കുന്നത് എന്നുള്ളത് അവിടുത്തെ സാധാരണക്കായ അണികൾക്ക് പോലും നന്നായിട്ട് അറിയാം. അവർ ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത്.